റാണി സെമി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഇതിനെ മീഡിയം സൈസിൽ 4 ക്യാരറ്റ് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്, അതായത് 1/2 ലിറ്റർ പാല്, 3/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 10 ഗ്രാം ചൈന ഗ്രാസ്. ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അത് നമുക്ക് പാനിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കണം. ക്യാരറ്റ് പാലിൽ കിടന്ന് നന്നായി തിളച്ച് അതൊന്ന് വെന്ത് കിട്ടണം. ക്യാരറ്റൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അത് തണുക്കുമ്പോഴേക്കും നമുക്ക് ഈ ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിലൊന്ന് കുതിരാൻ വയ്ക്കാം. ചൈന ഗ്രാസ് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടാണ് കുതിരാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കുതിർക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് അരച്ചത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കലക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. നമ്മുടെ കുതിരാൻ വെച്ചിരുന്ന ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ആകുമ്പോഴേക്ക് ക്യാരറ്റ് മിക്സിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ക്യാരറ്റ് മിക്സിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സായി കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് സെറ്റാവാൻ വെക്കണം. നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. ഇതിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യുകയും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.